നമ്മൾ മൊഡ്യൂൾ 1 ആയ മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഡിഫറൻസ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്. അപ്പോൾ ഇവിടെയും നമ്മുടെ അഡീഷൻ പോലെ തന്നെ രണ്ട് മെട്രിക്സിനെ ഡിഫറൻസ് കാണണമെങ്കിൽ എന്തായിരിക്കണം, ആ രണ്ട് മെട്രിക്സും എന്തായിരിക്കണം, സെയിം ഓർഡർ തന്നെ ആയിരിക്കണം. അഡീഷൻ്റെ കേസിലാണെങ്കിലും സബ്ട്രാക്ഷൻ്റെ കേസിലാണെങ്കിലും ഇക്വാലിറ്റിയുടെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ മെട്രിക്സിൽ നോക്കേണ്ട കാര്യം അത് സെയിം ഓർഡർ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഡിഫറൻസിൻ്റെ കേസിലും നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ട് അതെന്താ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് രണ്ട് മെട്രിക്സും സെയിം ഓർഡർ ആണോ എന്ന് നോക്കുക. പിന്നെ എങ്ങനെയാണ് ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ അഡീഷൻ ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുകയല്ല ചെയ്തേ. ഇവിടെ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതേപോലെ എയും ബിയും ആണ് മെട്രിക്സ് എങ്കിൽ എയുടെയും ബിയുടെയും ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുന്നു. 3, 7, 9, 11. ബി എടുക്കുന്നു. 3, 5, 0, 1. രണ്ടും എന്താണ്? ഒരു 2x2 മെട്രിക്സ്. അപ്പം നമ്മുടെ സബ്ട്രാക്ഷൻ പോസിബിൾ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? കറസ്പോണ്ടിങ് എലമെൻറ്റ്, അത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എ മൈനസ് ബി ആണ്. എയിൽ നിന്നാണ് ബി കുറയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റായ 3യിൽ നിന്നും ബിയിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റായ 3 കുറയ്ക്കുന്നു. 3 മൈനസ് 3. ഇനി 7 ആണ് ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 7, ഇവിടെ 5. 7 മൈനസ് 5. സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിൽ ഇവിടെ 9, 0. 9 മൈനസ് 0. ഇവിടെ 11, 1. 11 മൈനസ് 1. ഇനി കുറച്ച് എഴുതിയാൽ മതി. 3 മൈനസ് 3, 0. 7 മൈനസ് 5, 2. 9 മൈനസ് 0, 9. 11 മൈനസ് 1, 10. എന്ത് കിട്ടി? എ മൈനസ് ബി എന്ന് പറയുന്നത് നമുക്ക് 0, 2, 9, 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ബി മൈനസ് എ നോക്കാം. ബി മൈനസ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഫസ്റ്റ് എന്ത് ചെയ്യണം? ബിയിലുള്ളത് എടുക്കണം. അതായത് ഇവിടെ 3, ഇവിടെ 3. 3 മൈനസ് 3, 0. ദെൻ ഇവിടെ 5 ആണ്, ഇവിടെ 7. 5 മൈനസ് 7 മൈനസ് 2 ആണല്ലേ? അതേപോലെ ഇവിടെ 0, ഇവിടെ 9. 0 മൈനസ് 9 മൈനസ് 9. ദെൻ ഇവിടെ 1, ഇവിടെ 11. 1 മൈനസ് 11 മൈനസ് 10 കിട്ടും. അപ്പോൾ ബി മൈനസ് എ എന്ത് കിട്ടി? 0 മൈനസ് 2 മൈനസ് 9 മൈനസ് 10 എന്ന് കിട്ടി. അപ്പം എ മൈനസ് ബി ചെയ്യുമ്പോൾ ആദ്യം എയിൽ നിന്ന് ബി കുറയ്ക്കുക, ബി മൈനസ് എ ചെയ്യുമ്പോൾ ബിയിൽ നിന്നും എ കുറയ്ക്കുക. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും അഡീഷനും സബ്ട്രാക്ഷനും ഇക്വാലിറ്റിയും ഒക്കെ പറഞ്ഞ കേസിൽ നമുക്ക് രണ്ട് മെട്രിക്സും എന്തായാൽ മതിയായിരുന്നു? സെയിം ഓർഡറായ നമുക്ക് ബാക്കി ഓപ്പറേഷൻസൊക്കെ വേഗം ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പം നമുക്ക് ടോട്ടലി വേറെ എന്താണ് കണ്ടീഷൻസ് ആണ് വരിക. അതായത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്ന എപ്പോഴാണെന്നറിയാവോ? സെയിം ഓർഡർ അല്ല, സെയിം ഓർഡറിലും പറ്റും, എന്നാൽ അതിൻ്റെ കണ്ടീഷൻ വേറെയാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ഈഫ് number of columns of the first matrix is equal to the number of rows of the second. അപ്പം എന്തായാലും നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം എന്താണ്? രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കും. അപ്പം ആ മെട്രിക്സിലെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ ആണ് അവിടെ എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. 2, 1, 1, 4 എന്ന് പറയുന്നൊരു മെട്രിക്സ്. അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് 1, 2, 0, 0, 1, 2 ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണ്.
ഓക്കെ. ബി എന്ന് പറയുന്നതോ ഒരു 2/3 മെട്രിക്സാണ്. 2 കോളം 2 റോസും 3 കോളംസാണ് നമ്മുടെ ബിക്കുള്ളത്. അതുകൊണ്ട് അത് 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഈ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം എന്താണ്, നമുക്ക് ഓർഡർ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് 2 ആണ്. ഓക്കെ. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് 2 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ അല്ലേ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും ബി എന്ന് പറയുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി, അതായത് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്നത് പോസിബിളാണ്. അതായത് എ ഇൻറ്റു ബി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ. ഇനി രണ്ടും സെയിം ഓർഡർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണല്ലോ. അതായത് ഒരു 2/2 മെട്രിക്സിൻ്റെ കൂടെ ഒരു 2/2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് കോളംസ് 2 സെക്കൻഡ്, ഇപ്പോൾ ഇത് ബിയും ഇത് വേന്ന് വെച്ചോ. ബി എന്ന് പറയുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും 2 ആണ്. അപ്പം രണ്ടും ഈക്വൽ അല്ലേ. അപ്പം സെയിം ഓർഡർ ആണെങ്കിൽ, രണ്ട് മെട്രിക്സ് സെയിം ഓർഡർ ആണെങ്കിൽ പിന്നെ നോക്കുക വേണ്ട, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അല്ലാതെ സെയിം ഓർഡർ അല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ദാ ഈ എയും ഈ ബിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മെട്രിക്സ് കിട്ടും അല്ലേ. അതിൻ്റെ ഓർഡർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, അതായത് എയുടെ നമ്പർ ഓഫ് റോസ് ഉണ്ടല്ലോ 2 ബൈ ബിയുടെ നമ്പർ ഓഫ് കോളംസ് ഉണ്ടല്ലോ 3. അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/3 മെട്രിക്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ. അതായത് ഇപ്പം എ എന്ന് പറയുന്നത് ഒരു 3/4 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ഒരു 4/7 മെട്രിക്സ് ആണ്. ഈ രണ്ട് മെട്രിക്സ് എ ബി കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? പറ്റും. കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും 4 ആണ്, ഈക്വൽ ആണ്. അതേപോലെ എ ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 3/7 മെട്രിക്സ് ആയിരിക്കും. കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/7 ആയിരിക്കും. ഓക്കെ. അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ. എങ്ങനെ രണ്ട് മെട്രിക്സ് വന്നാലാണ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ എന്ന് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഓപ്പറേഷൻ ഈസ് ഡൺ ബൈ മൾട്ടിപ്ലൈയിങ് elements in the first row of the first matrix with the corresponding element of the first column of the second matrix. അപ്പോൾ രണ്ട് മെട്രിക്സ് തന്നിരിക്കും. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയുടെ കൂടെ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്നത്. അത് നമുക്ക് എക്സാമ്പിളിലൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. അതേപോലെ ഈ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ബി ഓർ എ ഇൻറ്റു ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സ് എടുക്കാം. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുന്നു. -2 1 0 4 എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സ്. ബി എന്ന് പറയുന്നത് 6 5 -7 1. രണ്ടും ഒരു 2/2 മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിന് സെയിം ഓർഡർ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. സോ ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ബി കണ്ടുപിടിക്കാനായിട്ട് പോവുക. എ ഇൻറ്റു ബി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. രണ്ടും 2/2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചെയ്യുമ്പം ആദ്യം ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ
സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവുമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റാണ് -2. -2 ഇൻറ്റു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 6 ചെയ്യുന്നു, പ്ലസ് ഇനി ഈ റോയിലെ തന്നെ സെക്കൻഡ് എലമെൻ്റായ 1 ഇൻറ്റു ഈ കോളത്തിലെ സെക്കൻഡ് എലമെൻ്റായ -7. ഓക്കെ, ആദ്യം കുറച്ച് കൺഫ്യൂഷൻ തോന്നാം. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് തറവാകത്തുള്ളൂ. ഇനി അടുത്തത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് റോയിനെ ഈ സെക്കൻഡ് കോളോവായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഈ ഭാഗത്ത് എഴുതാൻ പോവാം. എങ്ങനെ വരും? -2 ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 5 അല്ലേ, 5 പ്ലസ് ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്, 1 ഇൻറ്റു ഈ രണ്ടാമത്തെ മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ 1 ആണ്, 1. ഇനി അങ്ങനെ ഫസ്റ്റ് റോയുടെ കാര്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ സെക്കൻഡ് റോ എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളോ ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ 0 അല്ലേ, 0 ഇൻറ്റു ഈ കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 6 പ്ലസ് ഇവിടെ സെക്കൻഡ് 4 അല്ലേ, 4 ഇൻറ്റു ഇവിടുത്തെ ഈ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻ്റായ -7, 4 ഇൻറ്റു -7. ഓക്കെ, ഇനി ഈ സെക്കൻഡ് റോയിലെ ഈ രണ്ട് എലമെൻറ്റും ഈ സെക്കൻഡ് കോളോവായിട്ടാണ് നമ്മൾ ഇനി ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ 0 ആണല്ലോ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്, 0 ഇൻറ്റു ഈ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 5 പ്ലസ് ഇനി സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റായ 4 ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെൻ്റായ 1. ഓക്കെ, ഇനി ഇതങ്ങ് ചെയ്താൽ മതി. അതായത് -2 ഇൻറ്റു 6 -12 വരും. ദെൻ പ്ലസ് 1 ഇൻറ്റു -7 -7. ഇനി -2 ഇൻറ്റു 5 -10 പ്ലസ് 1 ഇൻറ്റു 1 1 വരും. ദെൻ 0 ഇൻറ്റു 6 0 പ്ലസ് 4 ഇൻറ്റു -7 -28 വരും. 0 ഇൻറ്റു 5 0 പ്ലസ് 4 ഇൻറ്റു 1 4 വരും. എങ്ങനെയാ? -12 പ്ലസ് -7 എന്ത് വരും? -19 വരും. ദെൻ -10 പ്ലസ് 1 -9 വരും. ദെൻ 2 പ്ലസ് -28 -28 വരും. ദെൻ 0 പ്ലസ് 4 എന്നും കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് 2 1 1 4 ആണ്. ബി എന്ന് പറയുന്നത് 1 2 0 0 1 2. നമ്മൾ എ ബി കണ്ടുപിടിക്കാനായിട്ട് പോകും. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ നോക്കണം. എ എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സാണ്, ബി എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അതേപോലെ നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2, ഇവിടെ 3, 2/3 ആയിരിക്കും. നമുക്ക് നോക്കാം, എന്തായാലും എ ബി ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളോ ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റായ 2 ഇൻറ്റു ഈ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 പ്ലസ് ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റായ 1 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻ്റായ 0. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് എഴുതുന്നത്. അതായത് 2 ആദ്യത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 2 അല്ലേ, 2 ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, 2 പ്ലസ് ദെൻ ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്, 1 ഇൻറ്റു ഇവിടെ സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് 1. ഓക്കെ, ഇനി ഫസ്റ്റ് റോയും
ഇവിടുത്തെ തേർഡ് കോളം തമ്മിൽ ചെയ്യാൻ പോവാണ്. എന്ത് വരും? 2, ഇത് ഇവിടെ 0, 2 × 0 പ്ലസ് ഇവിടെ 1 × 2. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ റോയും ഈ ഫസ്റ്റ് കോളവും തമ്മിൽ ചെയ്യാൻ പോവുക. അപ്പോൾ എന്ത് വരും? 1 × 1 + 4 × 0, 1 × 1 + 4 × 0. ഇനി ഈ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് വരും? 1 × 2 + 4 × 1, 1 × 2 + 4 × 1. ഇനിയും ഈ സെക്കൻഡ് റോയും തേർഡ് കോളവും തമ്മിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 × 0 + 4 × 2, ഇത്രയേ ഉള്ളൂ. എന്ത് വരും? 2 × 1 2 + 1 × 0, അപ്പോൾ 2 + 0 2 വരും. നെക്സ്റ്റ് 2 × 2 4 + 1 × 1 1, 4 + 1 5 വരും. ദെൻ 2 × 0 0 ആണ്, 1 × 2 2, 0 + 2 2. ദെൻ 1 × 1 1 ആണ്, 4 × 0 0, 1 + 0 1 വരും. ദെൻ 2 × 1 2, 4 × 1 4, 4 + 2 6 വരും. 1 × 0 0 ആണ്, 4 × 2 8 ആണ്. അപ്പോൾ 8 + 0 8 തന്നെ വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ അഡീഷൻ ചെയ്ത സമയത്ത് അഡീഷൻ്റെ ഒരു 4 പ്രോപ്പർട്ടി പഠിച്ച പോലെ തന്നെ നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, നോൺ കമ്മ്യൂട്ടേറ്റീവാണ്. എന്നാൽ മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു അല്ലേ? എന്നാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എയും ബിയും എന്ന് പറയുന്ന 2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ അഡീഷൻ്റെ കേസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞപ്പോൾ A + B = B + A ആണെന്ന് നമ്മൾ പറഞ്ഞു. കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ അഡീഷനിൽ. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. സോ AB ≠ BA ആയിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് അല്ലല്ലോ, അതുകൊണ്ടാണ് നോട്ട് ഈക്വൽ ടു. അപ്പോൾ AB ≠ BA ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 2 5 3 ആണ്. എന്നാൽ B × A ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 4 3 3 2 എന്നുള്ളതാണ് കിട്ടുന്നത്. അതായത് എ ബിയും ബി എയും ഈക്വൽ ആണോ? അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ്. അതായത് A × BC = AB × C ആണ്. അതായത് ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. അതേപോലെ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരു ആൻസർ കിട്ടുമല്ലോ. അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എയും ബിയും സിയും മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആദ്യം എന്താണ് AB ചെയ്യുന്നു. അപ്പോൾ AB ചെയ്തപ്പോൾ നമുക്ക് ഒരു 0 മെട്രിക്സ് കിട്ടി. അതിനെ നമ്മൾ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 മെട്രിക്സിനെ C എന്ന് പറയുന്ന 3 0 0 4 എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? ഒരു 0 മെട്രിക്സ് തന്നെ കിട്ടി. പിന്നെ എന്ത് ചെയ്തു? ഈ സൈഡ് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ B × C ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ആ കിട്ടിയതിനെ നമ്മൾ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ നമുക്ക് കിട്ടി? 0 മെട്രിക്സ് തന്നെ കിട്ടി. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് തെളിഞ്ഞല്ലോ. അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അതേപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ആണ്. അതായത് A × B + C = AB + AC എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് B + C, നമ്മൾ A B C എന്ന് പറയുന്ന 3 മെട്രിക്സുകൾ എടുക്കുന്നു. ആ മെട്രിക്സിനെ B + C ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസറും A × B ചെയ്യുക, A × C ചെയ്യുക. അപ്പം A × B ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും, A × C ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ. ഇത് രണ്ടും എന്തായിരിക്കും? ഈ 2 ആൻസേഴ്സ് തമ്മിൽ
എന്താണ് തുല്യമായിരിക്കും. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്ന് പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മെട്രിക്സുകൾ എടുത്തിട്ട് ഇത് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടും റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വലായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? ഡയഗണലി 1ഉം ബാക്കിയെല്ലാം എന്താണ് എലമെൻസും 0യും വരുന്നതാണ് എന്ത് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് എന്തെന്നാണ് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ എ എന്ന് പറയുന്നത് AI ഈസ് ഈക്വൽ ടു I. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ I എന്നുള്ളത്. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുക നമ്മൾ 1 2 3 4. ഇനി ആ മെട്രിക്സിനെ നമ്മുടെ I എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ I എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഒരു 2x2 മെട്രിക്സ് തന്നെ ഐഡൻറ്റിറ്റി വരുന്നത് എങ്ങനെയാണ്? 1 0 0 1 ആയിരിക്കും. അതിൻ്റെ ഡയഗണൽ 1ഉം ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0യും. അങ്ങനെയാണെങ്കിൽ AI ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 2 3 4 ഇൻറ്റു 1 0 0 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 1 2 3 4 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം മെട്രിക്സ് തന്നെ കിട്ടി അല്ലേ? സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? I എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. തിരിച്ച് IA ചെയ്ത് നിങ്ങൾ നോക്കിക്കോ, I ഇൻറ്റു A ചെയ്ത് നോക്കിക്കോ, എന്ത് തന്നെ കിട്ടും? നമ്മുടെ സെയിം മെട്രിക്സ് ആയ 1 2 3 4 തന്നെ നമുക്ക് കിട്ടും. അതായത് AI ഈസ് ഈക്വൽ ടു IA എന്ന് തന്നെ കിട്ടും. സോ നമ്മുടെ ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും കൂടെ തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.